90s കാസറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2009 ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന് ഓസ്കാർ എ.ആർ. റഹ്മാൻ കൊണ്ടുവന്ന ശേഷം പിന്നീട് ഓസ്കാർ അവാർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് കീരവാണി എന്ന തെലുങ്ക് സംഗീത സംവിധായകനാണ്. അദ്ദേഹം രാജമൗലി സംവിധാനം ചെയ്ത RRR രണം രുതിരം രൗദ്രം എന്ന ആ ഒരു തെലുങ്ക് ചിത്രത്തിലെ സംഗീത സംവിധാനത്തിനാണ് അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയത്. അപ്പോ ആ ചിത്രത്തിലെ ആ ഗാനം ഏതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ആ നാട്ടു 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 എന്നുള്ള ആ ഒരു സോങ് ആണ്. ഈ MM കീരവാണി എന്ന് തെലുങ്കിൽ അറിയപ്പെട്ടിരുന്ന ഈ സംഗീത സംവിധായകൻ മലയാളത്തിലും തമിഴിലും അന്ന് മരകതമണി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം ഹിന്ദി സിനിമാ മേഖലയിലേക്ക് കടന്നു ചെന്നപ്പോൾ MM ക്രീം എന്നായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിന്റെ പേര്. എന്തൊക്കെയാണെങ്കിലും ഈ മലയാളികൾക്ക് സുപരിചിതനായ ഈ മരകതമണി 1990 2000 കാലഘട്ടത്തിനിടയ്ക്ക് 3 ചലച്ചിത്രങ്ങൾ മലയാള ചലച്ചിത്രങ്ങൾ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് 1991 നീലഗിരി. അത് IV ശശി സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായി വന്ന ചിത്രമായിരുന്നു. ശേഷം 1992 സൂര്യമാനസം. അത് വിജി തമ്പി സംവിധാനം ചെയ്ത് അതിലും നായകനായി വന്നത് മമ്മൂക്ക തന്നെയായിരുന്നു. ശേഷം 1996 ഭരതന്റെ ദേവരാഗം. ഒരു പ്രശസ്തിയുടെ ഉന്നതികളിലേക്ക് എത്തിയ ശ്രീദേവി, അതായത് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ശേഷം ബോളിവുഡിൽ പോയി അവിടുത്തെ താരരാജ്ഞിയായി ഒരുപാട് കാലം നിലനിന്നിരുന്ന ശ്രീദേവി അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം ദേവരാഗമായിരുന്നു. എന്തായാലും നമുക്ക് മരകതമണി മലയാളത്തിന് നൽകിയ ദേവരാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യ ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നീലഗിരിയാണ്. അപ്പൊ അതില് നീലഗിരിയിലെ ഇൻട്രോ സോങ് മേലെ മാനത്തെ തേര് എന്ന ദാസേട്ടൻ പാടിയ ഗാനമാണ് വരുന്നത്. ശേഷം ഇതിനകത്ത് MG ശ്രീകുമാർ പാടിയ ഒരു പൊന്നരളിക്കൊമ്പിലെ കിളിയെ പറയൂ എന്നൊരു സോങ് ആണ്. അതും വളരെ മനോഹരമായ ഒരു സോങ് ആണ്. അത് നമുക്ക് കേട്ടു നോക്കാം. ശേഷം സൂര്യമാനസം എന്ന ചിത്രമാണ് വരുന്നത്. സൂര്യമാനസത്തിലെ തരളിത രാവിൽ മയങ്ങിയോ എന്ന ഗാനം കേൾക്കാത്ത ഒരു മലയാളികളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ശേഷം മനോ പാടിയ ഒരു ഗാനമാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് ദേവരാഗം എന്ന ചിത്രമായിരുന്നു. ആ ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ വളരെ മനോഹരമായ ഒരു ഗാനമുണ്ട്. ശിശിരകാല മേഘം ഇതിന് രതിപരാഗമോ എന്നുള്ള സോങ്. അത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. അത് അതിന്റെ ഒരു ചിത്രീകരണമാണെങ്കിലും അത് അത്രത്തോളം മനോഹരമാണ്. ആ ഗാനം എല്ലാ മലയാളികളും കേട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്ര മനോഹരമായ ഒരു ഗാനമാണ്. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതു അങ്ങനെ അദ്ദേഹം ആകെ 3 ചിത്രങ്ങളെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിലും മലയാള സിനിമാ സംഗീത ലോകത്തിൽ കയ്യൊപ്പ് ചാർത്തിയ പാട്ടുകൾ തന്നെയായിരുന്നു അവയെല്ലാം. കീരവാണി എന്ന ഈ സംഗീത സംവിധായകൻ തുടർച്ചയായി പിന്നെ തെലുങ്കിൽ കൈകാര്യം ചെയ്തിരുന്ന ചിത്രങ്ങളെല്ലാം SS രാജമൗലിയുടേതായിരുന്നു. SS രാജമൗലിയുടെ ഒരു ബന്ധു കൂടിയായ ഇദ്ദേഹം ഈ ഇടയ്ക്ക് കൈകാര്യം ചെയ്തതെല്ലാം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളായിരുന്നു. ഇനി വരാൻ പോകുന്ന പുതിയ പ്രോജക്റ്റും SS രാജമൗലിയുടേതാണ്. മഹേഷ് ബാബു നായകവേഷം ചെയ്യുന്ന വാരണാസി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം പുതുതായി വർക്ക് ചെയ്യുന്നത്. എന്തായാലും വാരണാസിയിലെ ഗാനങ്ങളും വളരെ മികച്ചതാവാനും വളരെയേറെ അവാർഡുകളും മറ്റു ബഹുമതികളും എല്ലാം ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിലും മനോഹരമായ ഒരു വീഡിയോയുമായി തിരിച്ചു വരാം. ബൈ.